യൂട്യൂബിൽ പ്രസവം നിർത്തുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതായത് മെയിൽ സ്റ്റെറിലൈസേഷനെ കുറിച്ച്. സ്ത്രീകളെക്കാളും എളുപ്പം പുരുഷന്മാർക്കാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതിൻ്റെ താഴെയായിട്ടൊരു കമൻറ്റ് കണ്ടതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, നമ്മൾ കുറച്ചൊന്ന് കരുതിയാൽ പോരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ പീരീഡ്സ് റെഗുലർ ആണെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് 28 ദിവസം അല്ലെങ്കിൽ 28-30 ഡേയ്സ് കൂടുമ്പോൾ കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പീരീഡ്സ് ആണെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന എപ്പോഴാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ സമയം നോക്കി നമുക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്താൽ മതി. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണം എന്ന നിർബന്ധമില്ല. ഇനി നേരത്തെ കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പം നമ്മൾ എത്ര കെയർഫുൾ ആയാലും ചിലപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോപ്പർ ടീ ഇട്ടവരാണെങ്കിലും അതുപോലെ ഐപില്ല് കഴിച്ചിട്ട് വരുന്നവരാണെങ്കിലും ഈ പറയുന്ന ഗർഭനിരോധന മാർഗങ്ങളെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതൊന്നും 100% ഇഫക്റ്റീവ് അല്ല. ചിലപ്പോൾ ഇതിനൊക്കെ കുറച്ച് ഫെയിലിയർ റേറ്റ് വന്നിട്ട് പ്രഗ്നൻസി ആകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുന്ന പ്രഗ്നൻസീസ് ഫൈനലി നമുക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഓരോ മെത്തേഡ്സും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് നമ്മളത് വേണ്ടെന്ന് വെക്കാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറ്റുന്നത് പോലെയുള്ള മെത്തേഡ്സ്. അതായത് ഇപ്പോൾ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 കുട്ടികളായിരിക്കാം, ചിലപ്പോൾ 3 കുട്ടികളായിരിക്കാം. അപ്പം എത്രയാണെങ്കിലും നമുക്ക് നിർത്താം എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു പെർമനൻറ്റ് മെത്തേഡ് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഫീമെയിൽ സ്റ്റെറിലൈസേഷനും 2 മെയിൽ സ്റ്റെറിലൈസേഷൻ. ഇപ്പോൾ ടെമ്പററി മെത്തേഡ്സ് ആണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഈ പറയുന്നതൊന്നും ഒരു 100% ഇഫക്റ്റീവ് അല്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എത്ര കെയർഫുൾ ആയാലും ചിലപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് കരുതേണ്ടതാണ് എന്നുള്ളതാണ് ആ വീഡിയോയിലൂടെ പറഞ്ഞത്.